ഓട്ടോറിക്ഷയിൽ ഞങ്ങളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? തായ്ലൻഡിലേക്ക്. സോറി, ഓട്ടോറിക്ഷയിലല്ല. ഇപ്പോൾ എയർപോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു 1 month വെക്കേഷന് വേണ്ടി നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഓർത്തു ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത തായ്ലൻഡ് ട്രിപ്പും കൂടെ ഈ വരവിനങ്ങ് നടത്തിയേക്കാമെന്ന്. ഞങ്ങൾ ബോത്ത് ദുബായിൽ നിന്ന് തായ്ലൻഡിലേക്കുള്ള ചാർജസും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് തായ്ലൻഡിലേക്കുള്ള ചാർജസും കമ്പയർ ചെയ്തപ്പോഴത്തേന് നാട്ടിൽ നിന്ന് പോകുന്നതാണ് റേറ്റ് കുറവ്. ഞങ്ങൾ നാട്ടിൽ വന്ന് അങ്കമാലിയിൽ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ബാഗൊക്കെ വെച്ചിട്ട് വൈകിട്ടത്തെ ഫ്ലൈറ്റിലാണ് നമ്മളിപ്പം ബാങ്കോക്കിലേക്ക് പ്ലെയിൻ കയറുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങളോർക്കും ഞങ്ങൾ എന്താണ് അങ്കമാലിലെ റിലേറ്റീവിൻ്റെ വീട്ടിൽ കൊണ്ട് ബാഗ് വെച്ചിട്ട് പോകുന്നതെന്ന്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഞങ്ങളുടെ സ്ഥലം പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ്. അപ്പോൾ അവിടം വരെ പോയി ബാഗൊക്കെ വെച്ചിട്ട് തിരിച്ചു തരിക എന്ന് പറഞ്ഞാൽ ഒരു 10 മണിക്കൂറുള്ള പണിയെങ്കിലും ഉണ്ട്. ഇതാവുമ്പോൾ അടുത്താണല്ലോ. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് കേട്ടോ. അവിടെ കൊണ്ടുപോയി ഞങ്ങൾ ബാഗൊക്കെ വെച്ച് ഫ്രഷനപ്പായി അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ബാങ്കോക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബാങ്കോക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞങ്ങളുടെ പെട്ടി വരുന്നു. കുറേ പേരൊക്കെ പോയി. എനിക്കത് ഞങ്ങൾ ലാസ്റ്റാണ് അവിടെ ഇറങ്ങിയത്. ഞങ്ങൾ പോയി പല്ലൊക്കെ തേച്ച് വാഷ്റൂമിൽ പോയി ഒരുങ്ങിയൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേന് ഇത്രയും സമയമായി. ഞങ്ങൾ ഞങ്ങളുടെ ഗൈഡിനെ തപ്പി നടക്കുമായിരുന്നു. എന്നിട്ട് ഇനി ഗൈഡ് ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് പോയോന്ന് വരെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ആളെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ബാങ്കോക്ക് നഗരത്തിൽ ഞങ്ങൾ കാലുകുത്തിയിരിക്കുകയാണ് ഗൈസ്. ആദ്യം തന്നെ ക്ലൈമറ്റിനെ കുറിച്ച് പറയാം. കാരണം നമ്മൾ ആദ്യം ഇറങ്ങി നിൽക്കുമ്പോൾ അതാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം ചൂട് തന്നെയായിരുന്നു. അതായത് നമ്മുടെ കേരളത്തിലൊക്കെ പോലത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പം റോഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് അതുപോലെ തന്നെയാണ് തോന്നിയത്. കേരളത്തിന്റെ ഒരു കുറച്ചുകൂടെ ഡെവലപ്ഡ് വേർഷൻ. ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആൻഡ് കുറച്ചുകൂടെ ബെറ്റർ ആണ്. ബട്ട് സ്റ്റിൽ കുറെ മരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കണ്ടത്. പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ള ചേട്ടൻ, അത് ഗൈഡല്ലായിരുന്നു കേട്ടോ, അത് ഡ്രൈവറാണ്. പോകുന്ന വഴി പുള്ളിയോട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ആൾക്ക് നമ്മുടെ ഭാഷ തീരെ വശമില്ലായിരുന്നു. അതായത് ആകെ ഇംഗ്ലീഷിൽ പുള്ളി പഠിച്ചു വെച്ചിട്ടുള്ളത് ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് എന്നാണ്. അത് പുള്ളി മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള പലരും, നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിച്ച പലർക്കും നമ്മുടെ ലാംഗ്വേജിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അതായത് അവർക്ക് പറയാൻ അറിയത്തില്ല. അവർ ഈ ട്രാൻസ്ലേറ്റർ വെച്ചും അതുപോലെ തന്നെ ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവർ പഠിച്ചു വെച്ചിട്ടുള്ളത്. ബട്ട് എനിവേസ് ഇത് കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ടൂർ പാക്കേജ് ഓൾറെഡി ഫിക്സ്ഡ് ആയിരുന്നു. നമ്മുടെ ഹോട്ടൽസ് ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. അതുപോലെ നമുക്ക് വാട്സാപ്പിൽ ഓരോ സമയത്തും ഇൻസ്ട്രക്ഷൻസും വരുന്നുണ്ടായിരുന്നു നമ്മുടെ ടൂർ പ്ലാനറിൽ നിന്നൊക്കെ. സോ ആ ട്രിപ്പ് വാസ് റിയലി കംഫർട്ടബിൾ. ആ വരുന്ന ചേട്ടനാണ് നമ്മുടെ ഫസ്റ്റ് ഗൈഡ്. ഇന്നൊരു ദിവസം നമ്മളെ 2 സ്ഥലത്ത് കൊണ്ടുപോയത് ഈ ചേട്ടനാണ്. ഈ ചേട്ടന് ഇംഗ്ലീഷ് ഒക്കെ അറിയായിരുന്നു കേട്ടോ. What is the climate over here? Is it like too hot or like humid or? Humid. It's humid. Yeah. This time is a cold season. Cold season. But the cold season, same hot season. Not different. Okay. So what will be the temperature? 25, 22? No. 33, 34, 35. Oh, 35, that's hot. If you go to the north in the morning, about 6 Celsius, 7 Celsius, 10 Celsius in the morning. ബേസിക്കലി നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞു വരുന്നത് പൊതുവെ ഇവിടെ ചൂട് കാലാവസ്ഥ തന്നെയാണെന്നാണ്. ഇതിപ്പം ഡിസംബർ ടു ഫെബ്രുവരി ആണ് ഇവരുടെ വിന്റർ സീസൺ. പക്ഷെ എങ്കിലും അത്യാവശ്യം നല്ല ഹ്യൂമിഡ് ഉണ്ട് ഈ സമയങ്ങളിലും. ഇതിപ്പോ ഡിസംബർ മന്ത് ആണ് കേട്ടോ. പോകുന്നു ടുക് 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 എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഓട്ടോ ഒക്കെ പോലെ. ആ കാണുന്നതാണ് മോർണിംഗ് സ്ട്രീറ്റ്. രാവിലത്തെ സ്ഥിരം കാഴ്ചയായിരിക്കും ഇങ്ങനെ ഫ്ലവേഴ്സ് കളക്ട് ചെയ്യുന്നത് ആൾക്കാർ. ഇത് വേറൊന്നിനും കൊണ്ടല്ല, തായ്ലൻഡിൽ ബേസിക്കലി ആൾക്കാർ ഫോളോ ചെയ്യുന്നത് ബുദ്ധിസമാണ്. സോ അതിന് വേണ്ടിയിട്ട് അവരുടെ റിച്വൽസിനും പ്രേയേഴ്സിനും ഒക്കെ കളക്ട് ചെയ്യുന്ന ഫ്ലവേഴ്സ് ആണ് ഇത്. ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു പാലസ് ആണ് കേട്ടോ. ഇവിടുത്തെ പ്രസന്റ് കിങ്ങിന്റെ ഫാദറിന്റെ പാലസ് ആണ്. അതായത് ഇവിടുത്തെ എക്സ് കിങ്ങിന്റെ പാലസ് ആണിത്. Present. What is it? Ex-King Palace. Oh, ex-King Palace. King Ramanai Palace. King Ramanai Palace. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് മാർബിൾ ടെമ്പിൾ ആണ്. ഇതിന്റെ ആക്ച്വൽ നെയിം വന്നിട്ട് വാട്ട് ബെഞ്ചമിൻ ബൊഫറ്റ് എന്നാണ്. ഈ കാണുന്ന അവിടുത്തെ മോങ്സ് ആണ് കേട്ടോ. ഇവർക്ക് രാവിലത്തെ ഭക്ഷണം കൊടുക്കുന്നതാണ് ആ കാണുന്നത്. അത് ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യം പോലെയാണ്, ലൈക്ക് ആ ഒരു ഓഫർട്രി.
അങ്ങനെ നമ്മൾ മാർബിൾ ടെമ്പിളിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഇതൊക്കെ ഇറ്റാലിയൻ മാർബിൾ വെച്ചാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സോ ഗുഡ്. ലൈക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇഫ് യു ലുക്ക് ഇൻ ടു ഇറ്റ്, ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം. ആൻഡ് ആ ഗോൾഡൻ കളർ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ആൻഡ് ആ മിഡിൽ കാണുന്നത് ഗോഡ് ഗരുഡയാണ്. ഫ്രം ഔട്ട്സൈഡ് ദ ഓവറോൾ ലുക്ക് വാസ് സോ റോയൽ. ഞങ്ങൾ ശരിക്കും വന്നത് ഒത്തിരി നേരത്തെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. ആൻഡ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിറച്ചും ആൾക്കാരായിരുന്നു. സോ നേരത്തെ വന്ന എന്തുകൊണ്ടും നന്നായി, നമുക്ക് കുറേ ഇങ്ങനെ കറങ്ങി കാണാൻ പറ്റി. ഫോട്ടോസൊക്കെ ലൈക്ക് വലിയ ശല്യമൊന്നുമില്ല, അത് എടുക്കാൻ പറ്റി. They have Buddha image, 52 Buddha image, all made of bronze. This is all bronze. Bronze, yeah. And this one, standing Buddha, they showing one hand, meaning Monday Buddha. When you're born Monday, you will take power. So Monday Buddha, Sungwa Buddha. And this one we call Thursday Buddha. When you're born Thursday, you will get intelligent. Intelligent. Yeah, Guluwa. And this one, not Buddha, he's Mother. His name Prince Siddhartha. Before enlightenment, after enlightenment become Buddha like this. So what difference monk and Buddha? The monk is normal hair. Buddha like shell, chakra, circle of life. Okay. Yeah, that's one. What difference of monk and Buddha? Before, after. So before. Before monk, Okay. he's Siddhartha. Yeah. Siddhartha. This one Sunday Buddha, Sunday. Sunday. Means peaceful. Written here everything. ഇങ്ങനെ ഒരു 52 ബുദ്ധാസ് ഉണ്ട് ആ ഒരു ഫുൾ ഏരിയയിൽ. ആൻഡ് ഓരോ ബുദ്ധയും ലൈക്ക് നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ സൺഡേ ബുദ്ധ, തേഴ്സ്ഡേ ബുദ്ധ, അതുപോലെ തന്നെ അവർക്ക് ഓരോ പവേഴ്സ്, ഇതൊക്കെയാണ് അവരുടെ വിശ്വാസങ്ങൾ. ഓരോ സ്റ്റാച്യുവിൻ്റെ ഇപ്പുറത്തും നമുക്ക് കാണാം ഓരോ ലേബിൾ പോലെ ലൈക്ക് ഒരു അതിനെക്കുറിച്ചൊരു ഡീറ്റെയിലിംഗ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുൾ കറങ്ങി ഇതൊക്കെ കണ്ടു. അകത്ത് തിരക്ക് കുറവായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അത്രയും നന്നായിട്ട് ടെമ്പിളിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയത്. സോ നമ്മൾ മാർബിൾ ടെമ്പിളിൻ്റെ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് ഇവിടെയും നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്. കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ട്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട്സ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡിനെയും ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങളുടെ ഒരു കപ്പിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്.
തായ്ലൻഡിൽ ചെന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിക്കുന്ന ഐറ്റമാണ് കേട്ടോ ഇത് കരിക്കാണ്. നമുക്ക് നാട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. പക്ഷെ അവിടുത്തെ കരിക്കിൻ്റെ ടേസ്റ്റ്, ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് സോ ഗുഡ് ദാറ്റ് ഞങ്ങൾ ദുബായിലെ ഗ്ലോബൽ വില്ലേജിൽ ഇവരുടെ തായ്ലൻഡ് പവലിയനിൽ നിന്ന് ഇത് വീണ്ടും ഞങ്ങൾ 2-3 എണ്ണം വാങ്ങിച്ചു. ബിക്കോസ് ഇറ്റ് വാസ് സോ ടേസ്റ്റി. തായ്ലൻഡിൽ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 50 ബാട്ടാണ്. ഐ വാസ് ടെല്ലിങ് ഇറ്റ്സ് സോ റിഫ്രഷിങ്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണിത്. ഈ മാംഗോ ഇങ്ങനെ ഉപ്പും മുളകും ഒക്കെ പുരട്ടിയിട്ട് അവർ തരുന്ന ഈ ഐറ്റം, ഇത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ആൻഡ് അവിടുത്തേന് സ്പെഷ്യൽ ടേസ്റ്റും കൂടെ ആയിരുന്നു. മീൻസ് അവരുടെ മസാല മിക്സിങ് ഐറ്റംസ് വന്നിട്ട് ഇച്ചിരിയും കൂടെ ഒരു ടേസ്റ്റി ആയിരുന്നു. ആൻഡ് അത് വന്നിട്ട് 30 ബാട്ടാണ്. സോ ഇതോടെ ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് സ്പോട്ടിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അത് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ റെമി ആൻഡ് അജയ് സൈനിങ് ഓഫ്. ടാറ്റാ.